ഹലോ സാർ, രഞ്ജിത്താണ്. ആ, സാമ്പിൾ ഇന്ന് തന്നെ കൊടുത്തയക്കാം സാർ. ഓക്കെ ഓക്കെ സാർ. അറിഞ്ഞില്ലേ, ഇന്നലെ വിൽഫ്രഡ് ഉണ്ടാക്കിയ സാമ്പിൾ റിപ്പോർട്ടില്ലേ, അത് കംപ്ലീറ്റ് റോങ്ങാ. MD കയ്യിൽ നിന്ന് നല്ല ശരിക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ? ആവശ്യമാ, അവന്റെ തലക്കനത്തിന് അത് തന്നെ വേണം. അമ്മ പറ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ആ പറ. അത് ഒന്നും ആയിട്ടില്ല. ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ആ ആ ആ ശരി അമ്മേ, ഞാൻ വിളിക്കാം. ഞാനേ ഇപ്പം ഡ്രൈവില്ല. ഓക്കെ. ആ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നേ, എന്തായെന്ന് അറിയാനാ. നാട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു, സഹോദരന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയാൻ. മാനേജറുടെ മൂഡ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ബോസ് ഇറങ്ങുന്നതിന് മുമ്പ് കാണാം. ഓക്കെ. Good afternoon, sir. Good afternoon. Sir, what about my leave application? It has been granted already. You may enjoy the vacation with your family. Thank you very much, sir. Thanks. നീ നേരത്തെ എത്തിയെന്ന്? ഇല്ലേക്ക, ഞാനിപ്പോൾ തീരേ ഉള്ളൂ. നാസർക്ക, ഞാൻ 4-ാം തീയതി നാട്ടിൽ പോവാ. അതെന്താ ഇത്ര പെട്ടെന്ന്? അത് സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചു. അല്ല, ഈ സഹോദരിയുടെ വിവാഹമല്ലേ 5 വർഷം മുമ്പ് അച്ഛൻ മരിച്ചപ്പോൾ മുടങ്ങിപ്പോയത്? അത് തന്നെ. ദേ, ഞാൻ പലപ്പോഴും രഞ്ജിയെ ഉപദേശിച്ചിട്ടുണ്ട്. അതൊന്നും രഞ്ജി അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. അത് നീ കാര്യമായിട്ട് തന്നെ ഉൾക്കൊള്ളണം. എടോ, താനാണ് ആ കുടുംബത്തിന്റെ നാഥൻ. ആ നിലയ്ക്ക് സഹോദരിയുടെ വിവാഹം കഴിയുന്നതോടെ ഇപ്പോഴുള്ളതിലും ചെലവും ഉത്തരവാദിത്തങ്ങളും കൂടും. അതുകൊണ്ട് സാധാരണയുള്ള ഈ പാർട്ടി നടത്തലും മറ്റൊക്കെ ഒഴിവാക്കണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എവിടെ? സമാധാനം. എന്താടാ, എന്താ വിശേഷിച്ച്? ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാ. 4-ാം തീയതി ഞാൻ നാട്ടിൽ പോവാ. എന്തേ? പെങ്ങൾക്കൊരു കല്യാണം ശരിയായിട്ടുണ്ട്. ഞാനാകെ ടൈറ്റില്ല സാമ്പത്തികമായിട്ട്. എടാ, പിന്നെ നീ എന്നെ സഹായിക്കണം. എടാ, ഞാനാകെ പ്രശ്നത്തില. പിന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ പുതിയൊരു കുറി തുടങ്ങുന്നുണ്ട്. നിന്നെ അതിൽ ഉൾപ്പെടുത്താം. ആദ്യത്തെ 2-ാമത്തെ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം തീരുമല്ലോ. എന്നാ പിന്നെ നാളെ നീ എൻ്റെ റൂമിലേക്ക് വാ. ഓക്കെ? ഓക്കേടാ, കാണാം. എന്ത് പറ്റിയവന്?
എന്താടാ എന്തൊരു മൂടൗട്ട്? നാട്ടിൽ പോക്കും കല്യാണവും. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ലടാ. ആ അഫ്സലിനെ കാണാൻ പോയതാ, കുറച്ച് പൈസ കടം ചോദിക്കാൻ. എന്നിട്ടെന്തായി? അവൻ പറയുന്നത് നാളെ കുറിയുണ്ട്, ആദ്യത്തെയോ രണ്ടാമത്തെയോ കിട്ടിയ രക്ഷപ്പെട്ടു വന്നു, ഇല്ലെങ്കിൽ നീ സമാധാനിക്ക്, എന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അത് ഞാൻ തരാം. ഹായ് രജിത്ത്. നമസ്കാരം അഫ്സൽ. ആ ഫ്രെഡി ഉണ്ടല്ലോ. എല്ലാവരും എത്തിയോ? ആ, എല്ലാവരും നേരത്തെ എത്തിയല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഡാ അപ്സല, നീ ആള് കൊള്ളാലോ. വരുന്നവർക്ക് ബിരിയാണി കൊടുക്കുന്നതിന് പകരം സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഒതുക്കുകയല്ലേ? നീ അതുപോലും കൊടുക്കില്ലല്ലോ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. എല്ലാവരോടും ടൈം പറഞ്ഞിരുന്നതല്ലേ? അഫ്സലെ, നീ നറുക്കെടുപ്പിന്റെ കാര്യങ്ങൾ നോക്ക്. ഇനി വരാത്തവരെ നമുക്ക് ഫോണിൽ വിളിച്ച് പറയാം. ഡാ അപ്സല, പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാ. ആ രാജേഷ്. യാ ബിനോയ്. ആന്റണി മൂന്നാമത്തെ. സന്തോഷമില്ലേ ആന്റണി? സിന്ധു. ഡാ, 8ാമത്തെ നറുക്കാ നിനക്ക് കിട്ടിയത്. രാജേഷ്, രാജേഷ്, എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചു. നിനക്ക് കിട്ടിയ ആദ്യത്തെ കുറി എനിക്ക് തരുമോ പ്ലീസ്? അളയ, ഒന്നും വിചാരിക്കരുത്, ഞാൻ അതിലും വലിയ ടൈറ്റിലാ. എടാ ബിനോയ്, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ഫിനാൻഷ്യലി നല്ല ടൈറ്റിലാ. നിനക്കടിച്ച കുറി എനിക്ക് തരണം. അളിയ, നീ എന്നോട് ക്ഷമിക്കണം. കുറി അടിച്ച പൈസയിൽ 90% ഞാൻ അഫ്സലിന് കൊടുക്കാനുള്ളതാ. അത് കഴിച്ചിട്ട് എന്ത് കിട്ടാനാ?
എന്താ ഇവിടെ വെട്ടോ വിളിച്ചോന്നില്ലേ? അല്ല, ഇതെന്തു പറ്റി? രണ്ടാളും കാര്യമായ ടെൻഷനിലാണല്ലോ. അവന് ഉദ്ദേശിച്ച കുറി അവന് കിട്ടിയില്ല. നാസർക്ക, ഞാൻ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. ശ്രമിക്കാവുന്ന രീതിയിലെല്ലാം ദിവസങ്ങളായി പൈസ മറിക്കാൻ ശ്രമിക്കുക. ഒന്നും നടക്കുന്നില്ല. എങ്ങനെ എൻ്റെ സഹോദര കല്യാണം നടത്തും? ഇനി മുട്ടാൻ ഇവിടെ വേറെ വാതിലുകളില്ല. ഇതാണോ ഇത്ര വലിയ പ്രശ്നം? അല്ല. എന്താടാ ഇത്? ഇത്രയ്ക്ക് നിരാശനാവണ്ട. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളില്ലാത്ത ജീവിതത്തിന് എന്താ ഒരർത്ഥം? കയ്യിൽ പൈസ ഇല്ലാന്ന് കരുതി നിന്റെ സഹോദരിയുടെ വിവാഹം നടക്കില്ല എന്നുള്ള ആശങ്കയൊന്നും വേണ്ട. ഞാൻ എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് പൈസ നീക്കി വെച്ചിട്ടുണ്ട്. ആ പൈസ തൽക്കാലം ഞാൻ നിനക്ക് തന്നേക്കാം. എന്താ? എടാ, നിന്റെ സഹോദരി എന്റെ കൂടെ സഹോദരി അല്ലേടാ. എടാ, നാസർക്ക് ഇല്ലേടാ പറയുന്നത്. നാസർക്ക, നാസർക്ക, നിങ്ങൾ വലിയൊരു മനുഷ്യനാ. എന്താ ഫ്രെഡി? അല്ല ബഷീറേ, ഞാൻ നാളെ രാത്രി കയറുക. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്കൊന്ന് കൂടാം. അവിടെ മതി. രാജേഷിനും ബിനോയും ഞാൻ വിളിച്ചോളാം. എടാ, ആ ഫ്ലാറ്റിൽ മതി. അതാകുമ്പോൾ സൗകര്യമുണ്ടല്ലോ. ആ ആ എടാ, പിന്നെ നമ്മുടെ ഷംസ് അവിടെ ഉണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒന്ന് കൂട്ടിക്കോണേ. ആ വേറൊന്നുമില്ലല്ലോ. ഞാൻ അജ്മാനിലുണ്ട്, നമ്മുടെ മനാമ മാളിൽ. ഇല്ലടാ, കാര്യമായിട്ടുള്ള പർച്ചേസിങ് ഒന്നുമില്ല. കുറച്ച് സ്വീറ്റ്സും പിന്നെ കല്യാണമൊക്കെ അല്ലേ വരുന്നേ. അവർക്ക് കുറച്ച് കോസ്മെറ്റിക്സും പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളും. ഇല്ലടാ, തനിച്ചേ ഉള്ളൂ. നാസർക്ക ഓഫീസിൽ പോയി. എന്താടാ, ഫുഡോ? ഫുഡിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കണ്ട മോനെ. അത് ഫ്രെഡി ഏൽപ്പിച്ചതാ. അവൻ അടിപൊളി കുക്കല്ലേ. ആ, ഞാൻ വിളിക്കടാ. ഫ്ലൈറ്റ് എപ്പോഴാണ്? ഏത് ഫ്ലൈറ്റിനാണ് പോകുന്നത് നീ? എയർ അറേബ്യയിലെ. പറഞ്ഞിട്ട് എന്താ കാര്യം? ട്രിപ്പിൾ ചാർജ്. അത് എയർ ഇന്ത്യയുടെ ഒരു സമ്മാനാ. നമ്മൾ പാവം പ്രവാസികൾ അനുഭവിക്കന്നെ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഇവിടെ ഒരു പ്രവാസ വകുപ്പുണ്ട്. പ്രവാസം എന്ത് കാര്യത്തിന്? എടാ, പട്ടിക്ക് പൂടം മുളച്ച അമ്പട്ടിന് എന്ത് കാര്യം? കാറപകടത്തിൽപ്പെട്ട വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി നിൽക്കെ മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്നും പറന്നുപോയ 5 രൂപയിലായിരുന്നു എൻ്റെ നോട്ടം. അയ്യപ്പൻ പറഞ്ഞ എത്ര ശരി. ഇനി ആരൊക്കെ തൊള്ളാലും കോരന് കഞ്ഞി കുമ്പിളി തന്നെ. രണ്ട് തുള്ളികൾ, വെറും 2 തുള്ളികൾ മാത്രം. അവസാനമായി നിന്റെ രക്തത്തുള്ളികൾ. ആളെയാ, നീ വിളിച്ച രൂപയുടെ ഓർഡർ ശരിയാ. ശരിയാ, ഇന്ന് എല്ലാവരും നല്ല മൂഡിലാ. നീ ഒന്ന് വിളിക്കടാ.
ഒരു കുപ്പി കൂടി വരുത്. ഒരു വിളിപ്പാടകലെ ഒരു തുള്ളിതൻ സ്നേഹമുണ്ട്. നീ വിളിയടാ. ഹലോ, ഞാനാ 203. ഒരെണ്ണം വേണം, അർജന്റാ. കൊണ്ടുപോടാ. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലടാ. ഇവിടെ ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന്. ഇങ്ങോട്ട് വാങ്ങട്. ശരി, ഓക്കെ 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 ഓക്കെ, ഞാൻ വരാം അങ്ങോട്ട്. ഓക്കെ. ഞാൻ പോയിട്ട് വരാടാ. ഇവനെന്താണോ പറയാൻ പോകുന്നത്? എടാ റെഡി, ഒരു 50 രൂപ അല്ലേ? നിനക്കൊന്നും വേറെ പണിയില്ലടാ, അവർക്ക് ഇപ്പൊ തന്നെ ഫിറ്റാ. നീ പോയേ. ഡാ, അതല്ലടാ, ഞാൻ അവന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവന്മാർ ചോദിക്കുന്നത് വാങ്ങിച്ചു കൊടുത്തില്ലേ മോശമല്ലടാ. എന്റെ കയ്യിൽ നിൽക്കുന്ന കാശൊന്നുമില്ല, നീ പോയേ. എടാ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇന്നാ കൊണ്ടുപോയി കുടി. താങ്ക് യു. ठीक है. ഇതാ പൈസ. എന്താടോ, എന്താ ഇത്? കളക്ഷൻ വളരെ കുറവാണല്ലോ. അവിടെ ഇപ്പൊ പുതിയൊരുത്തൻ കച്ചവടം തുടങ്ങി, അതുകൊണ്ടാ. ബായിയോട് പറയണം, ഇന്ന് അവസാനിപ്പിക്കാം അവന്റെ കച്ചവടം ഞാൻ. तुम इधर बैठ के क्या कर रहे हो? हमेशा इधर बैठकर शीशे पीते रहते हो. अब यह धंधा बिल्कुल बेकार है. तुम कुछ भी नहीं करते उसका कोई टेंशन नहीं है तुमको. जाके कुछ करो. ये काम करो, ये दारू पी के तेरा दिल थोड़ा ठंडी करो. सलाम. हाय. अपना एक आदमी का जगह में दूसरा एक आदमी काम चालू कर दिया. इसका वजह से अपना धंधा कम होएगा. कलेक्शन अभी बहुत कम है. हम लोग जल्दी कुछ ना कुछ. बस चुप रहो. मैं हूं यह धंधा करने वाला. दूसरा किसी को धंधा करने के लिए जगह मैं नहीं देगा. कौन है वो चूतिया? आजा मेरे साथ. आज खत्म करेगा उसका धंधा में. आओ. अरे साले कुत्ते, साले.
രഞ്ജി പോയിട്ട് ഒരുപാട് നേരെ ഫോൺ വിളിച്ചിട്ടാണ് എടുക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി നോക്ക്. ഇവനിതെന്താ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ അതിനകത്ത് ബെല്ല് കേൾക്കുന്ന എന്തോ പറ്റി. ഹലോ എന്താണ് അവന് പറ്റി? പറയടാ. മോനെ രഞ്ജി, മോനെ